Hi children, good morning. All of you stand up, hold your hands, close your eyes, pray. Matrudevo bhava, Pitrudevo bhava, Acharya devo bhava, Atithi devo bhava. Hands down, sit up. ഇന്ന് നമ്മൾ പുതിയതായിട്ടൊന്നും പഠിക്കുന്നില്ല, റിവിഷനാണ്. അടുത്ത ആഴ്ച മിക്കവാറും അസൈൻമെൻ്റ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, ആൻറ്റിമാർ നിങ്ങളോട് ഈ പടങ്ങളൊക്കെ ഒട്ടിച്ചിട്ട് ഇതെന്തൊക്കെയാണെന്ന് ചോദിക്കും. അതെല്ലാം നിങ്ങൾക്ക്, അതായത് ഇതുവരെ എടുത്ത് ഈ ബുക്കിലത്തെ മാത്രം കേട്ടോ, ചോദിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് കിട്ടണം. ഇതിലത്തെ എല്ലാതും ചോദിക്കും. അത് ഏതെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പറയാൻ കിട്ടണം. മനസ്സിലായില്ലേ? പിന്നെ എഴുതാൻ ഇനി ആൻറ്റി ഏതായാലും പുതിയതൊന്നും എടുക്കണില്ല. ഇതുവരെ തന്നെ എത്താത്തവർ ഒരുപാടുണ്ട്, ആൻറ്റിക്ക് അയച്ചു തരാത്തവർ. അതുകൊണ്ട് ആൻറ്റി എഴുതി കാണിച്ചു തരാം ഇതൊക്കെയാണ് കേട്ടോ. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 75. ഓ ഒട്ടകം, ഒട്ടകപ്പക്ഷി, ഒന്ന്, ഒരുമ, ഒച്ച്. അപ്പം നിങ്ങളോട് ചോദിക്കും, ഓ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതെങ്കിലും 2 വാക്കുകൾ പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ഒട്ടകം അല്ലെങ്കിൽ ഒന്ന്, ഒട്ടകപ്പക്ഷി, അങ്ങനെ പറയാൻ കിട്ടണം കേട്ടോ. ഇനി ഓ, ഓല, ഓന്ത്, ഓണം, ഓട്ടം, ഓറഞ്ച്. ഔ, ഔഷധം, ഔഷണം, ഔൺസ്, ഔചിത്യം, ഔഷധി. അം, അംബുജം, അംബരം, അംബ, അംബിക, അംശം. അ. ഇനി ഇവിടെ കണ്ടോ സ്വരാക്ഷരങ്ങൾ കൊടുത്തിരിക്കണേ. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഒ, ഔ, അം, അ. ഇതാൻറ്റി നിങ്ങൾക്ക് പാടി തന്നിട്ടുള്ളതല്ലേ? അറിയില്ല ഇതെല്ലാവർക്കും? ആ, ആ, ആന വരുന്നേ ഓടിക്കോ. ഈ, ഈച്ച പറന്നേ ചാടിക്കോ. ഊ, ഊഞ്ഞാലിലാടി പാടിക്കോ. റ്, ഋഷി കവാടം. ഏ, ഏലയ്യ. ഐ, ഐവർ. ഓ, ഓടി വന്ന്. ഔ, ഭൗ, നായ കുരച്ചു. ഇനി അടുത്തതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ തുടങ്ങുന്നത്. ഏതാണ്? കവർഗം. നിങ്ങളോട് ആൻറ്റി ചോദിക്കും കവർഗം പറയുക. അപ്പൊ എന്താ പറയാ? ക, ഖ, ഗ, ഘ, ങ, അങ്ങനെ പറയാൻ കിട്ടണം. ക, കരടി, കലം. ഖ, മുഖം, നഖം. ഗ, ഗണപതി, ഗദ. ഘ, മേഘം, ഘടികാരം. ങ, മൂങ്ങ, മാങ്ങ. ക, ഖ, ഗ, ഘ, ങ. അടുത്തത് ചവർഗം. ചവർഗം പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പറയണം? ച, ഛ, ജ, ഝ, ഞ. ച, ചർക്ക, ചക്ക. ഛ, ഛായ, ഛത്രം. ജ, ജനൽ, കൂജ. ഝ, ഝാൻസി റാണി, ഝഷം. ഞ, ഞാഞ്ഞൂൽ, ഞണ്ട്. ച, ഛ, ജ, ഝ, ഞ. അടുത്തത് ടവർഗം. ടവർഗം പറയുക. എന്താ പറയാ? ട, ഠ, ഡ, ധ, ണ. ട, കുടം, കുട. ധ, പീഠം, മിഠായി. ഡ, ഗരുഡൻ, ഡപ്പി. ധ, ഢാലം, ധക്ക. ണ, അരണ, വീണ. ട, ഠ, ഡ, ധ, ണ. മനസ്സിലായില്ലേ ഇപ്പൊ എല്ലാവർക്കും? ഇനി ഇതില് കണ്ടോ കുറേ പേജുകൾ കളർ ചെയ്യാണ്ട്.
അപ്പം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ മരത്തിൻ്റെ പടം കളർ ചെയ്യണം. നല്ല ഭംഗിയിൽ ഇവിടെ ബ്രൗണൊക്കെ കൊടുത്ത് ഈ ഇലകൾക്കൊക്കെ ഗ്രീൻ കളർ കൊടുത്ത് ഇതിന് എന്ത് കൊടുക്കണം? ഓറഞ്ച് കളർ കൊടുക്കണം. അങ്ങനെ നല്ല ഭംഗിയിൽ ഈ മരം കളർ ചെയ്തിട്ട് ആൻറ്റിക്ക് അയച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് എഴുതണ്ടേ? ഇത് ഏതൊക്കെ അക്ഷരങ്ങളാണ് പഠിച്ചത്? നോക്കാം. റാ ഇതൊക്കെ എല്ലാവർക്കും അറിയില്ലേ? രാ, താ, ഞാ, വാ, പാ, ദ. ഇത് പഠിച്ചവർക്ക് സ്വരാക്ഷരം എഴുതാൻ എളുപ്പമാണ്. ഉദ എന്നുള്ളത് കൂടി പഠിച്ചു കഴിഞ്ഞാൽ സ്വരാക്ഷരം എഴുതാൻ എളുപ്പമാണ്. നോക്കൂ. ആ, ആ, ഈ, ഈ, ഊ, ഊ. ഉണ്ടോ? ഇതുവരെ ആൻറ്റി പഠിപ്പിച്ചത് ഇതെല്ലാവർക്കും അറിയണം. ഇതുവരെയാണ് ആൻറ്റി പരീക്ഷയ്ക്ക് ചോദിക്കും, അസൈൻമെൻറ്റിന് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ഒരു റൈമ് പാടാം. എന്തിൻ്റെ റൈമാണ്? തുമ്പിയുടെ. പാടാം. തുമ്പി തുമ്പി കൊച്ചു തുമ്പി, തുമ്പി തുള്ളാൻ വരുന്നുണ്ടോ? തുമ്പി തുള്ളാൻ വന്നാല് എന്തെല്ലാം തരുമെനിക്ക്? തേനും പാലും പായസവും മകര നെല്ലിൻ പുത്തരിയും. ഒന്നുകൂടി പാടാം. എന്താണ്? തുമ്പിയോട് എന്താ ചോദിക്കണേ? തുമ്പി തുള്ളാൻ വരുന്നുണ്ടോന്ന്. എന്താ പറയണേ? തുമ്പി തുള്ളാൻ വന്ന എന്തൊക്കെയാ തരിക ചോദിച്ചപ്പോ പറയാണ് തേൻ, പാല്, പായസം, പിന്നെ മകരനെല്ലിന്റെ പുത്തരി തരാം. പാട്ട് പാടാം ഒന്നും കൂടി. തുമ്പി തുമ്പി കൊച്ചു തുമ്പി, തുമ്പി തുള്ളാൻ വരുന്നുണ്ടോ? തുമ്പി തുള്ളാൻ വന്നാല് എന്തെല്ലാം തരുമെനിക്ക്? തേനും പാലും പായസവും മകര നെല്ലിൻ പുത്തരിയും. ഇഷ്ടമായി ഈ പാട്ട്? എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമായി. അപ്പം ആ പാട്ട് എല്ലാവരും പാടിയിട്ട് ആൻറ്റിക്ക് നിങ്ങളത് വീഡിയോ എടുത്ത് അയച്ചാൽ. ഓക്കെ, നമുക്ക് ഈ അക്ഷരങ്ങൾ പലർക്കും കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഒന്നും കൂടി ആൻറ്റി പറഞ്ഞു തരാം. ഒന്നെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. റാ. ഏതാ ഈ അക്ഷരം? റാ. അടുത്തത് രാ, താ, ന, വാ, പാ, ഗ. കണ്ടോ? ആൻറ്റി എങ്ങനെയാ ആൻറ്റി പറയാ? ഈ സ്വരാക്ഷരം എഴുതാൻ കിട്ടാത്തവർക്ക് ആൻറ്റി ഒരു സൂത്രം പറയാം. കണ്ടോ? നിങ്ങൾ ദാ പഠിച്ചില്ലേ? ദാ എഴുതാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. റാ പഠിച്ചതല്ലേ? റാ എഴുതാൻ വിഷമമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ റാ എന്ന് ഇവിടെ എത്താറാവണ നേരത്ത് ഒരു ത്രീ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇവിടെ മുകളിലെത്തുമ്പോ അതിനെ 3 ആക്കണം. അപ്പൊ ദായാവും. കണ്ടോ? ആ, ഇനി എന്ത് ചെയ്യണം? ദാ എന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു റാന്ന് എഴുതുക, എന്നിട്ടൊരു രാന്ന് എഴുതുക. അപ്പൊ എന്തായി? ആന്നായി. ഇല്ലേ? എളുപ്പല്ലേ എഴുതാൻ? പിന്നെയോ ആ എന്ന് എഴുതിയതിന് ഒരു വാല് വരയ്ക്കും പുറത്തേക്ക് എടുത്തിട്ട്. അപ്പൊ എന്തായി? ആന്നുമായി, ആന്നുമായി. കണ്ടോ? ആ ഈ എങ്ങനെ എഴുതുക? എളുപ്പല്ലേ? ചെറിയ റാ എഴുതി, വലിയൊരു റാ എഴുതി, പിന്നെ ഒരു റാ കൂടി എഴുതി ഇവിടെ വന്ന് വളർത്തും. ഈ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യണം? ഈന്ന് എഴുതിയിട്ട് അതിൻ്റെ അടുത്തൊരു കുഞ്ഞനാന്ന് എഴുതി വളയ്ക്കണം. അപ്പൊ ഈ നൽകണ്ട്. ഊ എളുപ്പല്ലേ? ഈ പഠിച്ചവർക്ക് ഊ എന്താ ബുദ്ധിമുട്ടാ? ചെറിയ റാ എഴുതി, വലിയ റാ എഴുതി ഇപ്പൊ വളയ്ക്കണം. കണ്ടോ? ഇനി
ഊ എന്നാവണമെങ്കിലോ ചെറിയ എഴുതി വലിയ എഴുതി വളച്ച് കുഞ്ഞിനാന്ന് എഴുതി വളച്ചാൽ ഊ. മനസ്സിലായോ? ആ ഈ ഉ ഊ. ഇത്രയും മനസ്സിലായില്ല എല്ലാവർക്കും? നല്ല കുട്ടികളായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? All of you stand up. Say thank you, Auntie. Thank you, children. Bye.